ഇനി റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വീണ്ടും കാണുന്നുണ്ട്. അതിനകത്ത് പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, എക്സോട്ടേഷൻ, ഗിവിങ്, റൂളിങ്, മേഴ്സി, കമ്പാഷൻ, അങ്ങനെയുള്ള കരുണ. അവിടെയും വീണ്ടും നമ്മൾ ചില കാര്യങ്ങൾ, ഇവിടെ ശുശ്രൂഷകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സെർവിങ് ആണ്. സെർവിങ്, ശുശ്രൂഷ, മിനിസ്ട്രി. സെർവിങ് എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു വെയിറ്റർ, എന്താണ്, ഒരു ഹോട്ടലിലും മറ്റും ഒരു വെയിറ്റർ ചെയ്യുന്ന ജോലി എന്താണ്? വെയിറ്റർ ചെയ്യുന്ന ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് ഭക്ഷണത്തിനിരിക്കുന്ന ആളുകളുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങളെ കൊണ്ട് കൊടുക്കുന്നതാണ്. അതാണ് വാസ്തവത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ ശുശ്രൂഷ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് തലയൊന്നും പൊക്കി പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമ്മളെ കുറേ ആളുകളുടെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്താ ശുശ്രൂഷകനെ? എന്തിനാ? അവരുടെ നീഡ് എന്താണോ അത് നിർവഹിക്കാനായിട്ട്. അവരുടെ ഇഷ്ടമുള്ളതെല്ലാം കൊണ്ട് കൊടുക്കുന്നതല്ല, അവരുടെ നീഡ്. ആ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം. അവരുടെ ശുശ്രൂഷകരാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ശുശ്രൂഷകനാണ്. ജനങ്ങളുടെ നീഡ് എന്താണ്? കാരണം ഇത് ജനങ്ങൾ നിയോഗിച്ച ശുശ്രൂഷകനല്ല. പ്രത്യേകം ആര് നിയോഗിച്ചതാണ്? ദൈവം നിയോഗിച്ചതാണ്. എന്തിനു വേണ്ടി? ഈ ജനങ്ങൾ ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഒരു ശുശ്രൂഷകനെ നിയോഗിച്ചത് സഭയല്ല. ഒരു ശുശ്രൂഷകനെ നിയോഗിച്ചത് ആരാണ്? ഇറ്റ് ഈസ് ഗാഡ്. ഇന്നിപ്പോൾ സഭയാണ് ശുശ്രൂഷകരെ നിയോഗിക്കുന്നതും നിയമിക്കുന്നതും. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇത്ര രൂപ ശമ്പളം തന്നേക്കാമെന്ന് പറയുകയും ആ ശമ്പളത്തിനനുസരിച്ച് ഒരാൾ വരാനിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ശമ്പളത്തിന് വേണ്ടി ആൾക്കാർ വരത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ആളുകൾ വരുമ്പോഴത്തേക്ക് തന്നെ കമ്പനിയോ എന്തോ ഇത് മൾട്ടിനാഷണൽ കമ്പനിയൊന്നും അല്ലല്ലോ ഇത്. ഇവിടെ നിയോഗം എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നിയോഗം ലഭിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ശുശ്രൂഷകനാകാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ. നിങ്ങൾ ശമ്പളം കൊടുക്കുകയോ വാങ്ങിക്കുകയോ അതൊക്കെ ചെയ്തോ എനിക്കറിയത്തില്ല. പക്ഷേ നിയോഗം, നിയമനം എവിടെ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കണം? സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. സ്വർഗത്തിൽ നിന്ന് നിയമനം കിട്ടിയ ആളാണ് ഞങ്ങളുടെ ശുശ്രൂഷകനെന്ന് വിശ്വാസികൾക്കും ബോധ്യമുണ്ടായിരിക്കണം. അല്ലാതെ ഞങ്ങളുടെ ദശാംശം കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞങ്ങളുടെ ശുശ്രൂഷകനെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. നിങ്ങളുടെ ജോലിക്കാരനായിരിക്കും. പിന്നെ അങ്ങനെ ജോലിക്കാരൻ്റെ കീഴിൽ ഇരിക്കാനല്ലല്ലോ നിങ്ങൾ ഈ സഭ വരുന്നതാണോ? നിങ്ങളുടെ ജോലിക്കാരൻ്റെ കീഴിൽ നിങ്ങൾ ഇരിക്കാൻ എന്തോ അത്യാവശ്യം? എത്ര വലിയ അത്യാവശ്യം? ദൈവത്തിൽ നിന്ന് നിയോഗിച്ചവനാകട്ടെ നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ. അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് നിയമനം ലഭിച്ച ആൾ എന്ന നിലയിലായിരിക്കണം നിങ്ങൾ കാണുന്നതും. ഇതാണ് ഐഡിയലായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ. പക്ഷേ ശുശ്രൂഷയുടെ പ്രത്യേകത ഏതാണ്? ഗിവിങ്, റൂളിങ്, മേഴ്സി, മറ്റൊരു ലിസ്റ്റാണ്. ഇനി വീണ്ടും 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ 2 ഗിഫ്റ്റോടെ കാണുന്നുണ്ട്. ഇഫ് എനി മാൻ സ്പീക്കത്ത്, ഒരാൾ പ്രസംഗിക്കുന്നുവെങ്കിൽ. അപ്പോൾ പ്രസംഗവും കൃപാവരത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഇഫ് എനി മാൻ മിനിസ്റ്റർ, 2 കാര്യങ്ങളൂടെ വീണ്ടും കാണുന്നുണ്ട്. സോ ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ്, പല തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഗിഫ്റ്റ്സ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് സർവീസസ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. വ്യത്യസ്തമായ കൃപാവരങ്ങളുണ്ട്, വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്, വ്യത്യസ്തമായ വീര്യപ്രവൃത്തികൾ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടെ വീര്യപ്രവൃത്തികൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഓഫീസസ് ആണ്, വർക്കിങ്സ്, ഓപ്പറേഷൻസ്. ഏത് പേരിൽ വിളിച്ചാലും ഇതെല്ലാം സ്പിരിച്വൽ എന്ന ഒരൊറ്റ കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ആത്മീകമായതിനെക്കുറിച്ച്, ആത്മീക വരങ്ങളെക്കുറിച്ചെന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീകമായ കാര്യങ്ങൾക്കകത്തുള്ളതാണ്. അതായത് ഒരു സഭയുടെ ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാണ് ഇതെല്ലാം. അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും സഭയുടെ ആത്മീക കാര്യമാണെന്നാണ് പോൾ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. കാര്യം സഭയിൽ ആത്മീകമായ കാര്യമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ബാങ്ക് ജോലി ചെയ്യുന്ന ആളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുകയായിരിക്കാം, നിങ്ങൾ മറ്റൊരു ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആളായിരിക്കാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ജോലി ചെയ്യുന്ന ആളായിരിക്കാം. നമുക്ക് അവിടെയുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെ. ഈ സിസ്റ്റം ഡിഫറൻ്റ് ആണ്. ഇറ്റ് ഈസ് സ്പിരിച്വൽ. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നതും ആത്മീകമായിട്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള ലോകത്തിൻ്റെ സിസ്റ്റം വെച്ചായിരിക്കരുത്. ഞാൻ ഒരു സെമിനാരിയിൽ തന്നെ ഒരിക്കലും ഒരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഞാൻ അവരോട് സംസാരിച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞു, നമ്മളത് കൈകാര്യം ചെയ്തത് ആത്മീകമായിട്ടല്ലാതായിപ്പോയി. ആത്മീകമായിട്ടല്ലാതായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ആദ്യം പറയുന്നത്, ബ്രദറെ ഇനിയൊരു പ്രതിസന്ധിയിലാണ് നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് മുട്ടുമടക്കാൻ പ്രാർത്ഥിക്കാമെന്നായിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് സ്പിരിച്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നതല്ല, എടാ അയാൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, നമുക്ക് അയാളെ എങ്ങനെയാണ് ഒതുക്കാൻ പറ്റുന്നത്? ഇന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ. എടാ ആ പുള്ളി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, നമുക്ക് എങ്ങനെയാണ് പുള്ളി ഒന്ന് ഒതുക്കാൻ പറ്റുന്നത്? സഭയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? വി ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് സ്പിരിച്വൽ.
നമ്മളിതിനെ എങ്ങനെ കാണുന്നില്ല? ആത്മികം എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷെ പോൾ പറയുന്നു, ഞാനീ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ, സഭയെക്കുറിച്ച് പറയുന്ന മുഴുവൻ കാര്യങ്ങളും എന്താണ്? ആത്മീകമാണ്. ഇതിനകത്ത് ഭൗതികമൊന്നുമില്ല. ഭൗതികം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മാറ്റർ കാണുമായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സെക്യുലർ. സഭയ്ക്കകത്ത് സെക്യുലർ ഒരു സിസ്റ്റം ഇല്ല. ചിലപ്പോൾ ആളുകൾക്കൊരു ചിന്തയുണ്ട്, സഭയുടെ കണക്കും കാര്യങ്ങളും എല്ലാം സെക്യുലറും, ബാക്കിയെല്ലാം സഭായോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മീകവും. അങ്ങനെയൊന്നും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ഞാൻ പലർക്കും പറഞ്ഞിട്ടുണ്ട്, കുമ്പനാട് കൺവെൻഷൻ, IPCയുടെ കുമ്പനാട് കൺവെൻഷൻ നടന്നപ്പോൾ പണ്ട് പാസ്റ്റർ K. എബ്രഹാം ഇറങ്ങി നടന്നു, പന്തൽ നാട്ടിക്കൊണ്ടിരിക്കുക. കൺവെൻഷൻ നടക്കുകയല്ല, കൺവെൻഷന് പന്തൽ നാട്ടിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ചെറുക്കനെ കണ്ടു, ഒരു പുതിയ ചെറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് K. എബ്രഹാം സാറ് ചോദിച്ചു, എടാ കൊച്ചനെ, നീ ഏതാ? അവൻ ഏതാണ്ട് സഭയുടെ പേര് പറഞ്ഞു. നീ ആത്മസ്നാനം പ്രാപിച്ച ആളാണോ? പന്തലിന് കാലിടാൻ വന്നവനാ? അവൻ പറഞ്ഞു, അല്ല പച്ച. എന്നാൽ മാറവിടുന്ന്. പന്തലിന് കാലിടുന്നവൻ ആത്മസ്നാനം പ്രാപിച്ചവൻ മതിയെന്നായിരുന്നു. അത് ചില കടന്നുകായി പോകുമായിരിക്കും, പക്ഷേ അങ്ങനെ ആയിരുന്നു നമ്മുടെ പിതാക്കന്മാർ സഭയെ കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പന്തലിന് കാല് കുഴിച്ചിരുന്നവൻ ആത്മസ്നാനം പ്രാപിച്ചവനായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന പിതാക്കന്മാരുടെ കൊച്ചുമക്കളാ നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെന്തക്കോസ്ത് പശ്ചാത്തലമോ പാരമ്പര്യമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആ തലമുറയിൽപ്പെട്ടാണ്. നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർ അത്രയ്ക്കും എല്ലാ കാര്യങ്ങളെയും എങ്ങനെ തന്നെ കണ്ടിരുന്നു? സ്പിരിച്വൽ എന്ന നിലയിൽ കണ്ടിരുന്നു. നമ്മളിന്ന് എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം. അതുകൊണ്ട് ആത്മീക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കരുത്, അറിവില്ലാത്തവരായിരിക്കരുത്. ആത്മീക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് പോൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ കാണുന്നു. ശരീരവും അവയവവും തമ്മിലുള്ള ബന്ധം പോലെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചാപ്റ്റർ 12 വേഴ്സ് 18 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ശരീരത്തെ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്താണ് നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളുടെ സ്കില്ല് വേറെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. നമ്മുടെ സ്കില്ലനുസരിച്ചല്ല പല സമയത്തും ദൈവം നമ്മളെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെ പ്ലേസ് ചെയ്താലും അങ്ങനെ സ്കില്ല്, ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സഭയിലുണ്ടെന്ന് വെച്ചോ, ഉടനെ അദ്ദേഹം പറയുകയാണ്, എടാ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ ഞാനുള്ളപ്പോൾ 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരുത്തനെയാണോ ഖജാൻജി ആക്കിയതെന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാര്യം ദൈവം എവിടെ നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നു, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗോഡ് ഹൂ പ്ലേസ് ഈച്ച് വൺ അറ്റ് ഹിസ് പ്ലേസ്. ദൈവമാണ് ഓരോരുത്തരെയും അവരവരുടെ നിലയിൽ ആക്കുന്നത്. ഗാഡ് ഹാസ് അപ്പോയിൻറ്റഡ്. അതാണ് നമ്മൾ 12-ാം വാക്യത്തിൽ കാണുന്നത്. ഗാഡ് ഹാസ് അപ്പോയിൻറ്റഡ്. ദേ വർ നോട്ട് ഇലക്റ്റഡ്. അവർ എലക്റ്റ് ചെയ്യപ്പെടുകയല്ല, പ്രത്യേകം എന്താണ്? അപ്പോയിൻറ്റഡ്. നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് എലക്റ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ തീർത്ത് പറയട്ടെ പ്രിയമുള്ളവരെ, വേദപുസ്തക പ്രകാരം ദൈവസഭയിൽ പൊസിഷൻസ് ഇലക്ഷനിലൂടെ വരാനുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. വേറെ എന്താ റിമഡി എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയത്തില്ലെന്നല്ല, എനിക്കറിയാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇലക്ഷൻ ആവശ്യമെന്ന് ചോദിച്ചാൽ നമുക്ക് സെക്യുലറായിട്ട് പോകാനുള്ള മോഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇലക്ഷനൊന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല. നമ്മുടെ മോഹങ്ങളാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവരെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ദൈവം നിയമിച്ചെന്നാണ് പറയുന്നത്. ഗാഡ് ഹാസ് അപ്പോയിൻറ്റഡ് ദം. മനുഷ്യരവരെ സെലക്ട് ചെയ്യല്ല, ദൈവം അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് വേഴ്സ് 28 അവർക്ക് വീര്യപ്രവർത്തികൾ, രോഗശാന്തി വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം, ഇതുപോലെയുള്ള വരങ്ങളെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. they were given. അവിടെ നമ്മൾ വീണ്ടും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ വിവിധ ഭാഷാവരം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആളുകൾ പറയും, ഞാൻ ഇന്നലെ 2-3 ഭാഷ സംസാരിച്ചു അന്യഭാഷയിൽ, ഇന്ന് വേറൊരു ഭാഷ സംസാരിച്ച്. നല്ല കാര്യം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അല്ല വിവിധ ഭാഷാപരം എന്ന് പറയുന്നത്. വിവിധ ഭാഷാപരം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം അന്യഭാഷ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകളുണ്ടല്ലോ അന്നും ഇന്നും അയാൾ ഒരേ അന്യഭാഷ പറയുന്നത്, അതൊക്കെ മതിയെന്ന്, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല വിവിധ ഭാഷാപരം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത്. ഇതൊരു കൃപാവരമാണ്. കൃപാവരമാണെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്കോ മറ്റൊരാൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത 4 ഭാഷ സംസാരിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ഭാഷാപരം എന്ന് പറയുന്നത് മനസ്സിലാകാത്ത, എനിക്കറിയാൻ വയ്യാത്ത ഒരു ഭാഷയിൽ പോലും എനിക്ക് മറ്റൊരാളോട് സുവിശേഷം പറയാൻ കഴിയുന്നത് ഒരു പക്ഷേ ഒരു മിഷണറി അനുഭവിക്കുന്നതായ കാര്യമായിരിക്കും. ചില ആളുകൾ മിഷണറീസ് when they go to a place in few days they learn the language. ജിമ്മലിയേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജിമ്മലിയേറ്റ് ആദ്യം ചെന്ന സ്ഥലങ്ങളിലൊക്കെ he was learning the language in few weeks. അതൊരു ഭാഷാവരമാണ്, വിവിധ ഭാഷാവരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. അതുപോലെ ചില ആളുകൾക്ക് ഗിഫ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ. ഞാൻ ആദ്യം മൊസാംബിക്കിൽ ചെന്ന സമയത്ത്
മാസത്തോളം. എന്നോട് ആരും പറഞ്ഞിട്ട് പോയതൊന്നുമല്ല, എന്നെ ആരും വിളിച്ചിട്ടും പോയതല്ല. ദൈവം എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്ക് ആരും അറിയത്തില്ല. ഞാനവിടെ പോയി 1 മാസത്തോളം ഒരിടത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഞാൻ അവിടെയുള്ള ഒരു ആഫ്രിക്കൻ ചർച്ചിൽ ചെന്നപ്പം അവർ പറഞ്ഞു, നീ പ്രസംഗിക്കുന്നതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തിപ്പത്തി ഇംഗ്ലീഷ് പറയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അയാളോട് പറഞ്ഞ്, നീ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളില്ല. ഞാൻ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു അറ്റൻഡ് യുവർ ചർച്ച് സർവീസ്, ദാറ്റ്സ് ഓൾ. എനിക്കൊരു ചർച്ച് സർവീസ് അറ്റൻഡ് ചെയ്യാനാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പയ്യൻ അവിടെ വന്നു. അവന് ഒരു ദിവസത്തേക്ക് അവിടെ വന്നതാണ്. അന്ന് ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് തിരിച്ച് പോവുകയാണ്. ഞാൻ താമസിച്ചത് കിളിമാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിളിമാനിയിൽ നിന്ന് മപ്പൂട്ടോയ്ക്ക് പോവുകയാണ്. അവൻ മപ്പൂട്ടോയിൽ നിന്ന് കിളിമാനിയിൽ വന്നു. ഒരു ദിവസത്തേക്ക് വന്നു. അവന് വേൾഡ് വിഷനിലെ ഒരു ഓഫീസറാണ്, ഒരു വേൾഡ് വിഷൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നു. അന്ന് ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് പോവുക. അതിന് മുമ്പ് ജസ്റ്റ് അവനൊരു പ്രസ്ബിറ്റേറിയനാണ്, പക്ഷേ ഇവൻ ചർച്ച് ഓഫ് നാസറിൻ്റെ ചർച്ചിൽ വന്നെന്നുള്ളതേ ഉള്ളൂ. വന്നതുകൊണ്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവനെ കിട്ടി. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ കിട്ടിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ആഫ്രിക്കൻ ചർച്ചിലെ മെസ്സേജാണ്. അന്ന് അവൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മെസ്സേജ് അവിടെ നടക്കത്തില്ല. പക്ഷേ ദാറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ. ഓക്കെ, അത് പോട്ടെ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവനെ കൂട്ടിക്കൊണ്ട് വില്ലേജുകളിലൊക്കെ പോയി ഞാനിങ്ങനെ തത്തിപ്പത്തി പോർച്ചുഗീസൊക്കെ പറയാൻ നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, നീ പോർച്ചുഗീസ് പറഞ്ഞാൽ എന്താണെങ്കിലും ശരിയാകത്തില്ല, ഒരു കാര്യം ചെയ്ത് നീ ഇംഗ്ലീഷിലങ്ങ് പറ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അവന് ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നും പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ വിരുണ്ടുപോയി. അവൻ നല്ല ക്ലീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ആഴ്ച സഭയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവനാണ്. ഇന്ന് അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എനിക്ക് അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ആവേശമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ഹീ സ്പീക്സ് വെരി വെൽ. അത് ദൈവം ആ സമയത്ത് അവന് കൊടുത്ത ഒരു പ്രത്യേക ഗിഫ്റ്റാണ്. അല്ലാതെ അവൻ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളല്ല. അവനോട് പക്ഷേ ഇംഗ്ലീഷ് സംസാരിച്ച് അവൻ പലപ്പോഴും തെറ്റുപറ്റിച്ചെന്നിരിക്കും. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? അവന് ഗിഫ്റ്റ് കൊടുക്കുന്നു, വിവിധ ഭാഷാപരം. എന്നാൽ എല്ലാവർക്കും എല്ലാ ഗിഫ്റ്റും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. 12-ാം അധ്യായത്തിൻ്റെ 29-ഉം 30-ഉം വാക്യം വായിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഗിഫ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ നിയമനമേ ഉള്ളൂ. ഈവൻ അപ്പോയിൻമെൻറ്റ് നമ്മൾ കണക്കൂട്ടിയാൽ പോലും എല്ലാവരും അപ്പോസ്തലന്മാരോ അല്ല, എല്ലാവരും പ്രവാചകന്മാരോ അല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ അല്ല, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നുവോ ഇല്ല, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ ഇല്ല, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ ഇല്ല, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ഇല്ല, എല്ലാവരും എല്ലാം ചെയ്യുന്നില്ല, എല്ലാവരും എല്ലാം ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നുമില്ല, എല്ലാവരും എല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ഓരോരുത്തരെ ദൈവം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് സഭയിൽ ദൈവം ഓരോരുത്തരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും വ്യാഖ്യാനിക്കുന്നില്ല, എന്നാൽ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. അപ്പോൾ ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് ഇവിടെ ശ്രേഷ്ഠവരം എന്താണ്? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും അപ്പോസ്തലന്മാരാകാൻ പറ്റില്ല, എല്ലാവർക്കും പ്രവാചകനാവാൻ പറ്റില്ല, എല്ലാവർക്കും അന്യഭാഷയില്ല, എല്ലാവർക്കും വ്യാഖ്യാനപരമില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന ഒരു വരമുണ്ട്, എല്ലാവർക്കും സ്നേഹിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റും.